അപ്പം എൻ്റെ സ്വന്തം കുഞ്ഞുമക്കളെ, എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് കേട്ടാലേ സന്തോഷം കേട്ടോ. അതിനേക്കാൾ വലിയ സന്തോഷം ഇല്ല മക്കളെ. അപ്പോൾ കോൾവിൻ ചേട്ടൻ ഇന്ന് ഉച്ച കഴിക്കണത് നല്ലൊരു ഊണാണ് മക്കളെ. വയറും നിറയും, മനസ്സും നിറയും, ഈ ഹൃദയവും നിറയും, എല്ലാം നിറയും മക്കളെ ഇതേപോലെ ഒരു ഊണടിച്ചാൽ. ഇത് കണ്ടാൽ മക്കളെ നല്ല മത്തി പൊരിച്ചത്, മത്തി ചാള അങ്ങനെയൊക്കെ പറയും കേട്ടോ. പിന്നെ പപ്പടവും കൂട്ടി ഒരു പിടുത്തം. നല്ല അടിപൊളി ഊണ് മക്കളെ. വേറെ ലെവൽ കറികളൊക്കെ വെറൈറ്റി ആയിട്ടാ. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഒരു അച്ചാറുണ്ട് മക്കളെ. ഈ അച്ചാർ ഒരു വെറൈറ്റി അച്ചാറാണ്. എൻ്റെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ അച്ചാറാണ് മക്കളെ. കടുകിൻ്റെയൊക്കെ പരിപ്പെടുക്കും, എന്തൊക്കെ പൊട്ടിച്ച് നല്ലപോലെ അരച്ച അങ്ങനെയൊക്കെ അരക്കൂല, പൊട്ടിച്ചൊക്കെ ചേർക്കണ ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ കഴിച്ചേക്കണ മക്കളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതേപോലെ ഊണും കഴിച്ച് ഇത് കണ്ടാ മക്കളെ നല്ല വടിച്ച് തൂത്തെടുക്കണം കേട്ടോ. എൻ്റെ മക്കളൊക്കെ എങ്ങനെയല്ല ഊണ് കഴിക്കുമ്പോൾ നല്ല പോലെ വടിച്ച് തൂത്തൊക്കെ എടുത്ത് കഴിക്കാറുണ്ടാ. മുള്ള് പോലും വെറുതെ വിടരുത് കേട്ടോ. മുള്ളാണ് മക്കളെ കണ്ണിൻ്റെ കാഴ്ച, നഖത്തിൻ്റെ പവറ്. മുള്ള് ഇതേപോലെ ഇരിക്കണം. ഇല വലിച്ച് തൂത്തെടുത്തിട്ടുണ്ട് മക്കളെ. അത്രയ്ക്ക് വിശന്നിരിക്കണേണ്. പിന്നെ ഇവിടെ ഉണ്ടായത് പൂരി ഉണ്ടായി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കടലമുട്ടായും കൂടി കഴിക്കാം. കടലമുട്ടായി മധുരം കഴിക്കണം എന്തായാലും. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം മസ്റ്റല്ലേ മക്കളെ. അപ്പോൾ എന്നെ നോക്കി പഴംപൊരി ചിരിക്കണം മക്കളെ. ഇത് കണ്ട ആ പഴംപൊരി അതിൻ്റെ മുകളിലിരിപ്പുണ്ട്. ആഹാ, പെട്ടിയുടെ ഉള്ളിൽ പഴംപൊരി കഴിക്കാൻ നിന്നില്ല കേട്ടാ. അപ്പോൾ വന്ന വഴിതേ മുരിങ്ങാക്കോലിനെ തൂക്കി നമ്മ അവിടെ നിന്ന് വിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്